ചെകുത്താൻ്റെ ഒരേ ഒരു പടം മതി, അതാണ് നമ്മുടെ ലാലേട്ടൻ. എൻപുരാനേ എൻപുരാനേ. ഈ കളിയാക്കെ അവന്മാർ വരെ ഇപ്പം ടിക്കറ്റ് കിട്ടാതെ ഇപ്പം കിടന്ന് അങ്ങോട്ടും ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. തിയേറ്ററിനകത്ത് ഇരുന്നപ്പോൾ തന്നെ ലാലേട്ടൻ്റെ ആ ഷൂവിൻ്റെ ആ ഒരു വെപ്പ് കണ്ടപ്പോൾ തന്നെ രോമൂക്ക് അങ്ങ് ഈ ചാള പിടയ്ക്കൂലേ, മറ്റേ ചാള നമ്മൾ പിടിച്ച് വെള്ളത്തിൽ ഇടൂലേ, അതേപോലെ കിടന്ന് പിടക്കിലെ കാണണം. ലാലേട്ടനെ കാണിച്ച വേണ്ടല്ലേ, അറിയാതെ ഞാനൊന്ന് തുള്ളി പോയി തിയേറ്ററിൽ. ഇനി ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു അർച്ചനയും കൂടെ ചെയ്യണം. ട്രെയിലർ കണ്ടപ്പോൾ ഇഷ്ടമായിരുന്നു, അതിനേക്കാളും കുറച്ച് കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷേ ടിക്കറ്റ് പോലും കിട്ടിയില്ല. നേരത്തേക്കാളും കുറച്ചുകൂടി നല്ലതാണ് പ്രതീക്ഷിക്കുന്നത്. അന്ന് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വന്നത് ഇന്ന്. പക്ഷേ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഭയങ്കര പ്രതീക്ഷയിലാണ് കാണാൻ വേണ്ടി. ട്രെയിലർ കണ്ടപ്പോൾ ഇഷ്ടമായിരുന്നു, അതിനേക്കാളും കുറച്ച് കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത് കാണാനായിട്ട്. അപ്പോൾ ഈ രണ്ടൊരു കോമ്പിനേഷൻ എപ്പോഴും ഹിറ്റാവും എന്നാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് ഭയങ്കര പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇല്ല, നാളത്തേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നാളത്തേക്ക് ഫുള്ളാന്നാണ് പറഞ്ഞത്. പിന്നെ താരരാജാവിൻ്റെ വരപ്പെന്ന് പറയുമ്പോൾ പിന്നെ എന്തൊരു പറയായി, ചെകുത്താൻ്റെ വരവല്ലേ, ഒരു 1.5 വരവല്ലേ വന്നത്. ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ പടമെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് രോമം എണീക്കും. തിയേറ്ററിനകത്ത് ഇരുന്നപ്പോൾ തന്നെ ലാലേട്ടൻ്റെ ആ ഷൂവിൻ്റെ ആ ഒരു വെപ്പ് കണ്ടപ്പോൾ തന്നെ രോമൂക്ക് അങ്ങ് ഈ ചാള പിടയ്ക്കൂലേ, മറ്റേ ചാള നമ്മൾ പിടിച്ച് വെള്ളത്തിൽ ഇടൂലേ, അതേപോലെ കിടന്ന് പിടക്കിലെ കാണണം. ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ ബാക്കിൽ പൃഥ്വിരാജ് ഒട്ടി നടന്ന് സൂപ്പർ സ്റ്റാർ ആവാനുള്ള പരിപാടിയാണ്. വേറൊരു ലാലേട്ടനാവാൻ പറ്റൂല, അത് ലാലേട്ടനെ കൊണ്ട് പറ്റുള്ളൂ. അത് ലാലേട്ടൻ പറയാറുണ്ടല്ലേ, എൻ്റെ റോൾ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല എന്ന്. അതുപോലെയാണ്, അടിപൊളിയായിരുന്നു. അങ്ങനെ ചോദിക്കണമെങ്കിൽ ഒരു 100 ഇരട്ടിക്കുള്ള സാധനമാണ് എൻപുരാണെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ 3 ഇറങ്ങുമ്പോഴത്തേക്ക് 200 ഇരട്ടിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതാണ് അതിൽ ഇന്ത്യയിലെ നമ്മൾ ലോകത്തിലെല്ലാ ഇതിലും വെച്ച് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ 6ാം സ്ഥാനമാണ്. അപ്പോൾ പിന്നെ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞില്ലേ, വേറെ ഒരു നടന്മാരെ വെച്ച് കഴിഞ്ഞാലും ഇത്രയും ബിൽഡപ്പും കാര്യങ്ങളൊന്നും കിട്ടില്ല. പടം ഇറങ്ങാതെ തന്നെ 50-60 കോടിയൊക്കെയാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ വില ഒന്ന് മനസ്സിലാക്കുകയാണ്. ലാലേട്ടൻ്റെ സിനിമ എത്ര സിനിമകൾ ഇപ്പം പൊട്ടി, ഈ ബറോസ് ഇറങ്ങി അതുപോലെ പൊട്ടി താരിപ്പണായിപ്പോയി. പക്ഷേ ചെകുത്താൻ്റെ ഒരേ ഒരു പടം മാത്രം മതി. ഞാൻ ലാലേട്ടൻ്റെ പടം കാണാൻ പറഞ്ഞത് ഒന്നത് ഡയലോഗുകൾ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അയാളെ ഫൈറ്റ് എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. അത് വേറെ ഒരാളിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ തിയേറ്ററിൽ എണീറ്റ് ഞാൻ കൈയടിക്കും. അയാളെ പുലിമുരുകനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് നിന്നാണ് കൈയടിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ എണീറ്റ് പോയി. എൻ്റെ അടുത്ത് നിന്നവർ എത്ര പേരൊക്കെ എണീറ്റ് നിന്ന് അടിച്ചെന്ന് അറിയാമോ? കാര്യം അത്രയ്ക്ക് പെർഫോമൻസ് അല്ലേ അങ്ങനെ ചെയ്തു വെച്ചേക്കണത്. രോമോ ഞാൻ ഇപ്പോൾ ഇത്രയും ദിവസം ഞങ്ങൾ കാവടിയുടെ വ്രതവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഈ അനുഗ്രഹമൊക്കെ വരുമ്പോഴത്തേക്കാണ് ഈ ശരീരത്തൊക്കെ ഈ രോമൊക്കെ എണീക്കുന്നത്. പക്ഷേ ലാലേട്ടനെ കാണിച്ച വേണ്ടല്ലേ, അറിയാതെ ഞാനൊന്ന് തുള്ളി പോയി തിയേറ്ററിൽ. ചിലർ വിചാരിക്കും നമ്മൾ നെഗറ്റീവ് പറയാൻ വേണ്ടി വന്നത്. പക്ഷേ ഞാനൊരു കട്ട മോഹൻലാൽ ഫാനാണെന്ന് അത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. കാര്യം നേരെ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ഫസ്റ്റ് റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പയ്യൻ്റെ ചാനലിലാണ് ഞാൻ ചെയ്തത്. അതിൽ ഞാൻ ആറാട്ടാണെന്ന് കുറ്റം പറഞ്ഞു, ചെകുത്താനെ കുറ്റം പറഞ്ഞു, അലിൻ ജോസ് പെരേരനെ കുറ്റം പറഞ്ഞു, ഇവരൊക്കെ എല്ലാവരും ഞാൻ കുറ്റം പറഞ്ഞു. ലാലേട്ടൻ്റെ കട്ട ഫാനാണ്. ഞാൻ പറഞ്ഞു ഇവന്മാരെല്ലാവരും ഞാൻ പറഞ്ഞു ലാലേട്ടൻ്റെ പടം കൊള്ളൂലെന്ന് ഇവന്മാർ പറയും. ഞാൻ അവൻ്റെയൊക്കെ പിന്നീട് അതിനുശേഷം പിന്നെ ഈ വീഡിയോ എല്ലാം കണ്ട് ഇവർ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് അറിഞ്ഞുകൊണ്ടുള്ള കാര്യം. നമ്മൾ പടം കണ്ടിട്ട് റിവ്യൂ പറഞ്ഞില്ല, അതിന് മുമ്പായിട്ടുള്ള ഇവന്മാരൊരു പെരുമാറ്റമായിരുന്നു. കാര്യം പടം കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു ആരാധകനായതുകൊണ്ട് നമ്മൾ കൊള്ളൂലെങ്കിൽ കൊള്ളൂല എന്ന് പറയും, കൊള്ളാന്ന് പറയും. ഒന്നും പറയാതെ പോകുന്നു. കാര്യം ഞാനൊരു ലാലേട്ടൻ ഫാനായിപ്പോയില്ലേ, അതുപോലെ തന്നെ മമ്മൂക്ക ഫാനുമാണ്. കളിയാക്കിയുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരും ലാലേട്ടൻ ഫാനായിപ്പോയില്ലേ ഇത് കണ്ടതിന് ശേഷം. ഈ കളിയാക്കന്മാർ വരെ ഇപ്പം ടിക്കറ്റ് കിട്ടാതെ ഇപ്പം കിടന്ന് അങ്ങോട്ടും ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. 1000 തരാം, 2000 തരാം, 3000 തരാം. എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാനുള്ള ആരീസിൽ ആരെങ്കിലും പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞേ എൻപുരാൻ കാണാം. ഞാൻ പറഞ്ഞേ നീയൊക്കെ മറ്റേ ഫാനല്ലേ, നീയൊക്കെയുള്ള ലാലേട്ടനെ കളിയാക്കണവന്മാർ. എന്നാലും ആ ഒരു മുതലിൻ്റെ പരിപാടി കാണണം, പ്രത്യേകിച്ച് ഫൈറ്റ് കാണണം. പിന്നെ ഡയലോഗുകളൊക്കെ വല്ല കിട്ടണമെങ്കിൽ ലാലേട്ടൻ വന്നാലല്ലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ് നോക്കട്ടെന്ന് പറഞ്ഞ് 2000 രൂപയൊക്കെയാണ് അവന്മാർ ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ കുറ്റം പറഞ്ഞവന്മാരൊക്കെ. ഞാനും ടിക്കറ്റ് കിട്ടുമെന്ന് എനിക്കൊരു ഒട്ടും പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ എങ്ങനെയോ എനിക്കൊരു ടിക്കറ്റ് കിട്ടി. അത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട്, ലാലേട്ടനുള്ള ആരാധന കൊണ്ട് എനിക്ക് കിട്ടിയതായിരിക്കാം. കാര്യം നമ്മൾ തെറ്റ് കാണിക്കുന്നില്ലല്ലോ. പിന്നെ അത് സത്യമാകാൻ പോവുകയല്ലേ, അതിനിപ്പം സത്യമാകാൻ പോവുകയല്ലേ. പടം കയറിയിരിക്കുകയല്ലേ, പിന്നെ എന്തെന്ന് പറയാതിരിക്കണത്. ലാലേട്ടനെ വല്ല ആരുമില്ല. അതല്ല ലാലേട്ടൻ്റെ എൻ്റെ റോൾ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. അതാണ് ലാലേട്ടൻ. ഈ പടങ്ങളുടെ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ ഈ എൻപുരാൻ ഇറങ്ങുന്ന ദിവസം ഈ 2 പടങ്ങൾ ഇറങ്ങുകയാണ്. ഈ പറയുന്ന നമ്മുടെ ഹിന്ദിയിലെ മെഗാസ്റ്റാർ എന്ന് പറയുന്നത് സൽമാൻ ഖാനാണ്. ഈ സൽമാൻ ഖാൻ അന്നത്തെ ദിവസം സൽമാൻ ഖാൻ്റെ പടം കാണൂല. ഏത് പടം കാണും? അത് ലാലേട്ടൻ്റെ പടം കാണും. ഈ വിക്രം എന്ന് പറയുന്നത് ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ വിക്രം ആരെ പടം കാണും? വിക്രത്തിൻ്റെ പടമല്ല കാണുന്നത്, വിക്രം കാണുന്നത് ലാലേട്ടൻ്റെ പടമോടെ കാണും. അതാണ് ലാലേട്ടൻ. അങ്ങനെ ഒരു തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ പൂരമെന്നാ, തൃശ്ശൂർ പൂരത്തിനെ കണ്ടേ അപ്പുറമല്ലേ, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അങ്ങനെ ചെകുത്താൻ തന്നെ കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ പണ്ട് സ്പടിക സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ചൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അച്ഛൻ്റെ പൈസ എടുക്കാനായിട്ട് ബാങ്കിൽ വരുന്നത് ഗൾഫിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയുടെ എത്ര പ്രാവശ്യം പറഞ്ഞ കാര്യം എന്നറിയാമോ? സ്പടികം കാണാൻ വേണ്ടി.
എന്നിട്ട് സ്പടിക അന്ന് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. ഇപ്പം വളർന്നപ്പോൾ ഞാൻ രണ്ടാമത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വന്ന് കണ്ട്. ലൂസിഫറിലെ ഡയലോഗാണെങ്കിൽ ഞാൻ പറയാം, ദൈവപുത്രൻ തെറ്റ് ചെയ്താൽ പിന്നെ ചെകുത്താൻ തെറ്റ് ചെയ്താൽ എന്താ കുഴപ്പം? എബ്രഹാം, ഖുറേഷി എബ്രഹാം വാടാ. ഇതാണ് അണൻ്റെ ഡയലോഗ്. അതിപ്പം വീണ്ടും വേറെ കത്തിയിടണം. അടുത്ത ഡയലോഗ് പുറത്ത് വിട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണത്. അത് ഇറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പഠിക്കാൻ വേണ്ടി. ഇതിപ്പം കൊള്ളാം കേട്ടോ. കാര്യം വേറൊരു കാര്യം ബ്രോ, ഈ സിനിമയെന്ന് പറയുന്നത് നമ്മളെ മലയാള സിനിമ, ഈ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ 50 കോടിയും ഈ 100 കോടിയൊക്കെ ചിത്രം ഇറക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ആൻ്റണി പെരുമ്പാവൂരേട്ടനാണ്. ആ ആൻ്റണി പെരുമ്പാവൂരേട്ടന് മോഹൻലാലിനെ വെച്ചാണ് പടങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ സമ്മതിച്ചാലേ പറ്റുള്ളൂ. ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന് ഈ ഡയറക്ഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തെന്ന് പറയുന്നത് ലാലേട്ടനാണ്. ആൻ്റണി പെരുമ്പാവൂരും ലാലേട്ടനാണ് കൊടുത്തിട്ടുള്ളത്. ഈ പൃഥ്വിരാജിന് പേടിയുണ്ടായിരുന്നു, ഈ ലൂസിഫർ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം പൊളിയോ എന്നുള്ളൊരിത്, ഭയങ്കര പേടിയും കാര്യങ്ങളും. എന്തോ നല്ല പേടി. കാര്യം എനിക്ക് ഡയറക്ഷൻ ചെയ്യാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ്റെ അച്ഛനെ ഡയറക്റ്റ് ചെയ്യാനുള്ള ഇത് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. പക്ഷേ അത് മോന് കിട്ടി. അത് ആര് സഫലീകരിച്ച് കൊടുത്ത്? ആൻ്റണി പെരുമ്പാവൂരും ലാലേട്ടനും അവനൊരു അവസരം കൊടുത്തു. പക്ഷേ ആ ഒരു അവസരത്തിൽ അവനറിയാം ലാലേട്ടൻ്റെ കൂടെ നിന്ന് ലാലേട്ടനെ കൊണ്ട് പടം ചെയ്യിച്ച് കഴിഞ്ഞാൽ പടം വിജയിക്കുന്നു. പൃഥ്വിരാജിന് നല്ലവണ്ണം അറിയാം. പടം വിജയിച്ചു. ഇപ്പം 200 കോടി അടിച്ചതിൻ്റെ ഏറ്റവും നമ്പർ 1 ഡയറക്ടറായിട്ട് ഇപ്പോൾ നിൽക്കണില്ലേ, നല്ലൊരു നടനായിട്ട് നിൽക്കണില്ലേ. അതാണ് പറഞ്ഞത്, ലാലേട്ടൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തും ആവാം, പക്ഷേ ലാലേട്ടനാവാൻ പറ്റൂല. ഒരേ ഒരു രാജാവ്, അതാണ് നമ്മുടെ താരരാജാവ്. വേറൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 50 കോടി 100 കോടി ലൂസിഫർ തന്നെ ഒരു 200 കോടിയൊക്കെ ആയിക്കോണമെന്ന് തോന്നുന്നു. കാര്യം ഇത്രയും പൈസ മുടക്കി ചെയ്യുന്ന സിനിമകളെന്ന് പറയുന്നത്, ഞാൻ തമിഴിലും തെലുങ്കിലും ഹിന്ദി അങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് ഇത്രയും കോടി. തെലുങ്ക് 200 കോടി 300 കോടിയൊക്കെ മുടക്കിയാണ് ഈ സിനിമകൾ പിടിക്കുന്നത്. പക്ഷേ മലയാളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ആൻ്റണി ചേട്ടൻ ലാലേട്ടനെ വെച്ച് ആ ഒരു ഇത് നമ്മുടെ പൃഥ്വിരാജിനെ വെച്ച് ഡയറക്ഷൻ ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നു. അപ്പോൾ നമ്മളെ മലയാള സിനിമ ഈ കാണുന്ന നമ്മുടെ മലയാളികൾ എന്ത് വിചാരിക്കണം? തെലുങ്കിൽ അവിടെ ഇവിടെയൊക്കെ എല്ലാം ഇങ്ങനെ 300 200 മുടക്കണം. പക്ഷേ ആണത്തോടെ ചങ്കൂറ്റത്തോടെ ചെയ്യുന്ന ആൻ്റണി പെരുമ്പാവൂർ ചേട്ടൻ ലാലേട്ടനെ വെച്ച് 200 കോടി വെച്ച് ഒരു പടമൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ എമ്പുരാജും മറ്റ് സിനിമ ഡയറക്ടർമാർ വരെ അന്തം വിട്ട് നിൽക്കില്ല. കാരണം മലയാളത്തിൽ സിനിമകളൊക്കെ മാറി വരണം. അതിനൊരു മാറ്റമാണ് എമ്പുരാൻ. അത് ആരെ കൊണ്ട് ചെയ്യണം? അത് ലാലേട്ടന്. സിനിമാ നടിമാർ വരെ ടിക്കറ്റ് നേടുന്ന തള്ളാണ്. സിനിമാ നടിമാർ വരെ നാളെ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ലാലേട്ടൻ്റെ ഒരു വില്ലനായിട്ടൊക്കെ സൈഡിലൊരു നിൽക്കാൻ പറ്റുമോയെന്നും പറ്റുമായിരിക്കും. അതൊക്കെ ഉറപ്പാണ്. പറയാൻ പറ്റില്ല. കാരണം സുരാജ് അണ്ണ എന്തിനാണ് പണ്ട് മിമിക്രയൊക്കെ ചെയ്ത് ഞാനും പോയി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പം കണ്ടാൽ നമ്മൾ അറിഞ്ഞൂടെന്ന് പറയും. അതങ്ങനെ തന്നെയാണ്. അത് ഓരോരുത്തരുടെ തലവര മാറ്റി വരയ്ക്കണതാണ്, മനസ്സിലായില്ലേ? അതേപോലെ ഇനിയിപ്പോൾ നാളെ ഞാനും ഒരു നടനായിട്ട് വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെ മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം ഈ ഒരു എൻപുരാനിൽ നിന്ന് മാറുകയാണ്. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് തെലുങ്ക് സിനിമ 200 കോടി മുടക്കുന്നു, 300 കോടി മുടക്കണം. അതേപോലെ നമ്മളെ മലയാളത്തിലും ചെയ്യാൻ കഴിവുണ്ടെന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ചെയ്യാമെങ്കിൽ നമ്മളും ചെയ്യും. അതേപോലെ തന്നെ അപ്പോൾ നമ്മളെ മലയാളികൾ എന്തൊരു വേണം? നമ്മളെ ഈ സിനിമേനെ നമ്മൾ വളർത്തണം. നമ്മളെ കുറ്റം പറയാതെ നമ്മൾ ആ സിനിമേനെ വളർത്തണം. അതാവണം, മനസ്സിലായില്ലേ? നമ്മൾ മമ്മൂക്ക പറയാൻ പോലെ അതാവണം ഇവിടെ പോലീസ്, മനസ്സിലായില്ലേ? അതാവണം. മമ്മൂക്ക ഫുൾ സപ്പോർട്ടാണ് ലാലേട്ടന്. കാര്യം ഈ പടം വിജയിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ലാലേട്ടനെ പുലിമുരുകൻ സമയമായപ്പോഴത്തേക്ക് ലാലേട്ടൻ ശബരിമലയിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ഈ തടസ്സങ്ങൾ മൊത്തം മാറ്റുന്നത് ശാസ്താവാണ്, അയ്യപ്പനാണ്, മനസ്സിലായില്ല? അപ്പോൾ അതേപോലെ വീണ്ടും ലാലേട്ടൻ ഈ എൻപുരാൻ സിനിമ, ഇത്രയും ബഡ്ജറ്റ് സിനിമ മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങി വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ മലയാളികൾക്ക് അഭിമാനമാണ്. അതുകൊണ്ട് ശബരിമല ശാസ്താവ് അയ്യപ്പൻ എന്തായാലും ലാലേട്ടനെ കാക്കുമെന്നുള്ളത് പൂർണ്ണമായിട്ട് ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ശ്രീകണ്ഠേശ്വരം കോവിലിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ശ്രീകണ്ഠേശ്വരത്ത് പോകും, നമ്മളെ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരത്ത്. ഞാൻ അവിടെ ചെന്ന് ഇന്ന് അവിടുത്തെ മഹാദേവനെ കണ്ടിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശീർവാദ് സിനിമാസ് എൻപുരാൻ ഈ സിനിമ വിജയിക്കണമെന്ന് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇനി ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു അർച്ചനയും കൂടെ ചെയ്യണം. അത് ഞാൻ ചെയ്തിരിക്കുകയും ചെയ്യും. ഞാനൊരു മോഹൻലാൽ ഫാൻ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുകയും ചെയ്യും. അതിലൊരു മാറ്റമില്ല. മമ്മൂക്കയ്ക്കും ചെയ്യും. ഇവർ രണ്ടുപേരെന്ന് വെച്ചാൽ എൻ്റെ ചങ്കിൽ രണ്ട് ചങ്കാണ്. പക്ഷേ അവർ ഒരു ചങ്കാണെങ്കിലും നമുക്ക് രണ്ടിടത്തുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നാളെയും പോയി പ്രാർത്ഥിക്കും. മറ്റന്നാൾ 6 മണിക്ക് ഷോ, 3:30 മണിയാകുമ്പോൾ ശ്രീകണ്ഠേശ്വരം നിർമ്മാല്യം തുടങ്ങും. 4 മണിക്കകത്ത് തുടങ്ങും. ആ സമയത്ത് പോയി ഒന്ന് എൻപുരാന് വേണ്ടി വിജയിക്കാൻ വേണ്ടി ഒന്ന് പോയി പ്രാർത്ഥിക്കണം ശ്രീകണ്ഠേശ്വരം അടുത്ത്. മഹാദേവൻ വിചാരിച്ച നടക്കാത്ത കാര്യമല്ലല്ലോ. ശാസ്താവ് എന്തായാലും അയ്യപ്പ എന്തായാലും തടസ്സങ്ങൾ മാറ്റും. എന്തായാലും പണം വിജയിക്കും. അടിപൊളിയാരി. ദേവപുത്രൻ തെറ്റ് ചെയ്താൽ പിന്നെ ചെകുത്താനല്ലാതെ മറ്റേ ആരെ ആശ്രയിക്കാൻ? എബ്രഹാം, ഖുറേഷി എബ്രഹാം വാട. എൻപുരാനേ ഒരേ ഒരു രാജാവ്, താരരാജാവ് ലാലേട്ടൻ, ഒരേ ഒരു രാജാവ്. മോഹൻലാൽ, ഭരത് മോഹൻലാൽ, ലെഫ്റ്റനൻറ്റ് കേണൽ മോഹൻലാൽ, ഒരേ ഒരു രാജാവ്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? ലാലേട്ടൻ്റെ 10-15 പണം പൊട്ടിയാലും ശരി തന്നെയാണ്, ചെകുത്താൻ്റെ ഒരേ ഒരു പടം മതി. അതാണ് നമ്മുടെ ലാലേട്ടൻ.
ചെകുത്താൻ്റെ വരവ് അങ്ങനത്തെ ഒന്നൊന്നര വരവായിരുന്നു. അതാണ് എൻപുരാൻ, അതാണ് എൻപുരാൻ, അതാണ് ലാലേട്ടൻ. ഏത് സിനിമ ഏത് ഭാഷയിലെ നടന്മാരായിരുന്നാലും ആദ്യം ലാലേട്ടൻ്റെ പേരാണ് ആദ്യം ചോദിക്കുന്നത്, മനസ്സിലായ? അതാണ് ലാലേട്ടൻ. ആര് 100 കോടി ആയിരുന്നാലും 200 കോടി ആയിരുന്നാലും 300 കോടി ആയിരുന്നാലും 500 കോടി ആയിരുന്നാലും ഏത് നടനെ വെച്ച് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരേ ഒരു നടൻ മാത്രമേ ഉള്ളൂ. അതാണ് ലാലേട്ടൻ, അതാണ് നമ്മുടെ ലാലേട്ടൻ. ഉയരാണ്, ചങ്കാണ്, നെഞ്ചിനകത്താണ് ലാലേട്ടൻ, നെഞ്ചിനകത്ത്. ഭഗവാനെ, അയ്യപ്പ, ശാസ്താവേ, എൻ്റെ പൊന്ന് ശ്രീകണ്ഠേശ്വര ഭഗവാനെ, ലാലേട്ടൻ്റെ അടുത്ത ഇതണക്കൊരു പടവും കൂടെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എത്ര നാളുകൊണ്ട് കാത്തിരിക്കണമെന്ന് അറിയാമോ? ഒന്ന് ഇളവാൻ വേണ്ടി, ഇങ്ങനെ ഒരു ഫൈറ്റ് കാണാൻ വേണ്ടി. ഇത്ര നാൾ എവിടെ പോയിരുന്നു മനുഷ്യ നിങ്ങൾ? പറഞ്ഞറിയിക്കാൻ പോയ കേട്ടാ, ഒന്നും പറയാൻ അറിയിക്കാൻ പോയ.